പരീക്ഷകൾ എന്നും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു പേടി സ്വപ്നം തന്നെയാണ്. എന്നാൽ പരീക്ഷകളെ അതിജീവിച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് എന്ന ഡോക്യുമെന്റുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷകളേക്കാൾ വലിയ പരീക്ഷണങ്ങളാണ് പല വിദ്യാർത്ഥികളും കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള പരീക്ഷകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇനി നടക്കാൻ പോകുന്ന 5ാം സെമസ്റ്റർ ആണെങ്കിലും 3ാം സെമസ്റ്റർ ആണെങ്കിലും അപ്കമിങ് എക്സാമിനേഷൻസിൽ എല്ലാം 2019 അഡ്മിഷൻ മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് എഴുതാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിനു മുമ്പ് അഡ്മിഷൻ എടുത്ത, പ്രത്യേകിച്ച് 2018 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി ഉണ്ടായാൽ തോറ്റ സപ്ലിമെന്ററി എക്സാമിനേഷൻ ഒക്കെ എങ്ങനെ എഴുതി പാസ്സാകാമെന്ന് പലരും ചോദിച്ചിരുന്നു. നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ 2-3 ആഴ്ച മുമ്പ് ചെയ്തിരുന്നു. പലരും പലപ്പോഴായിട്ട് വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. 2019 മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എന്ന് വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സമയം കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതായത് സ്പെഷ്യൽ എക്സാമിനേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്താൽ മാത്രമേ അപ്ലൈ ചെയ്യാനും പരീക്ഷ എഴുതാനും സാധിക്കുകയുള്ളൂ. അത് എന്ന് വരും, എന്ന് നടക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയാൻ സാധിക്കുകയില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള പരീക്ഷകൾ കാലതാമസം എടുക്കാറുണ്ട്. നമ്മളിതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മെമ്മോറാൻഡം അഥവാ നിവേദനം വഴി യൂണിവേഴ്സിറ്റിയെ സമീപിച്ചാൽ, മെയിലുകൾ ഇടതടവില്ലാതെ അയച്ചു കഴിഞ്ഞാൽ, തങ്ങളുടെ വിഷമങ്ങൾ യൂണിവേഴ്സിറ്റിയെ അറിയിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള മറുപടി കിട്ടുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ദയവായി കേൾക്കുന്ന വിദ്യാർത്ഥികൾ, ഇതുമായി റിലേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ വർക്കുമായി മുന്നോട്ട് പോവുക. മെമ്മോറാൻഡമായിട്ടും മെയിലായിട്ടും പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. കണ്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യുക. 2019 മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ കൂട്ടമായി യൂണിവേഴ്സിറ്റിയെ സമീപിച്ച് കാര്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കൂട്ടമായി യൂണിവേഴ്സിറ്റിയെ സമീപിക്കുക. എന്നാൽ മാത്രമാണ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ കോൾ ഫോർ ചെയ്യുകയും എക്സാമിനേഷൻ നടത്തുകയും ചെയ്യുള്ളൂ. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് പരീക്ഷകൾ ഉണ്ടായിരിക്കും. സ്പെഷ്യൽ എക്സാമിനേഷൻ, സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനൊക്കെ നടക്കാറുണ്ട്. പക്ഷേ കാലതാമസം എടുത്തു കഴിഞ്ഞാൽ ഫർദർ സ്റ്റഡീസിനോ ജോലിക്കോ മറ്റു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടിലാവും. കുറേ സമയത്തിന് ശേഷമാണ് കോൾ ഫോർ ചെയ്യുന്നതും പരീക്ഷ എഴുതുന്നതും ജയിക്കുന്നതുമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങളും അവതാളത്തിലാകും. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.